ആയുസ് വർദ്ധിക്കുക, ആരോഗ്യം മെച്ചപ്പെടുക, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ആരോഗ്യം നിലനിന്ന് കിട്ടണം, നമ്മുടെ ആയുസ്സിൽ വർധനമുണ്ടാകണം. നമുക്കറിയുന്നത് ചുറ്റുഭാഗത്ത് നോക്കിയാൽ പെട്ടെന്ന് ആളുകൾ വഫാത്തായിക്കൊണ്ടിരിക്കുക, മരണപ്പെട്ടുകൊണ്ടിരിക്കുക. നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുക, ചെറുപ്രായമുള്ള ആളുകളടക്കം മരണപ്പെട്ടു പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്കൊക്കെ നൽകട്ടെ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, റബ്ബിനോട് ചോദിക്കേണ്ടത്. അള്ളാഹു നൽകിയ ഔദാര്യമാണല്ലോ നമ്മുടെ ജീവൻ, അള്ളാഹു നൽകിയ നിഅമത്താണല്ലോ നമ്മളുടെ ആരോഗ്യം. ഇത് നിലനിന്ന് കിട്ടാനും നമ്മുടെ ആയുസ്സിൽ വർധനമുണ്ടാകാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചിരുന്ന, അവിടുന്ന് പതിവാക്കിയിരുന്ന ചില ദുആകളുണ്ട്, ചില പ്രാർത്ഥനകൾ. ആരെങ്കിലും ഒരാൾ ഈ ദുആകൾ പതിവാക്കുകയാണെങ്കിൽ, അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലാത്ത സമയത്തോ ഒക്കെ ഈ ദുആ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാവൽ കിട്ടും. പെടുന്നനെ മരണപ്പെട്ടു പോകാം. അതായത് ഒരു തയ്യാറെടുപ്പിനും സമയം കിട്ടാതെ നിന്ന നിൽപ്പിൽ അല്ലെങ്കിൽ കിടന്നുറങ്ങി ഒരു രാത്രി ഉറങ്ങി എഴുന്നേക്കാൻ പറ്റാതെ ലോകത്തോട് വിട പറഞ്ഞു പോകാം. അത്തരത്തിലുള്ള പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുകയും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ലഭിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ചില ദുആകൾ, ഒരു 3 ദുആ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യത്തിന് അല്ലാഹു ഒരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ നല്ല ഹിമ്മത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഖുവ്വത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം ഖബൂലാക്കട്ടെ. നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന ഇബാദത്തുകൾക്കാണ്, ആരാധനകൾക്കാണ് റബ്ബിൻ്റെ അടുക്കൽ കൂടുതൽ കൂലിയുള്ളത്. ഞാൻ വയസ്സാം കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യങ്ങളൊക്കെ ക്ഷയിച്ച് എനിക്ക് ആവത് കുറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തേക്കാൾ അള്ളാഹുവിന് പൊരുത്തമുള്ളത്, അള്ളാഹു തൃപ്തിപ്പെടുന്നത്, അള്ളാഹു ഏറ്റെടുക്കുന്നത് എൻ്റെ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ ശ്രമിക്കണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ചില മാർഗ്ഗങ്ങൾ, ചില വഴികൾ, ചില ദുആകൾ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? നമ്മുടെ ആരോഗ്യം നിലനിന്ന് കിട്ടാനും നമുക്കുള്ള ഈ ആയുസ്സിൽ, അള്ളാഹു നമുക്ക് നൽകിയ ഉംറിൽ അതിൽ ദീർഘായുസ് ലഭിക്കാനും വർധനമുണ്ടാകാനും എന്ത് ചെയ്യണമെന്ന് ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവിടുന്ന് പഠിപ്പിച്ചെന്ന ഒരു ദുആ കാണാം. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി, എനിക്ക് ജീവിതം ഖൈറായ സമയം വരെ എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. വ തവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി, എനിക്കെപ്പോഴാണോ മരണം ഖൈറാകുന്നത് ആ സമയം വരെ, ആ സമയമാകുമ്പോൾ എന്നെ നീ വഫാത്താക്കുകയും ചെയ്യണേ അല്ലാഹ്. എനിക്ക് ഖൈർ നൽകണേ എന്നാണ്. അതായത് എൻ്റെ ജീവിതം എനിക്ക് ഖൈറുള്ള സമയം അത്രയും എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. എന്നാണോ എനിക്ക് മരണം ഖൈറാകുന്നത് ആ സമയത്ത് എന്നെ നീ വഫാത്താക്കണേ അല്ലാഹ്. ഈ ഒരു ദുആ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കാവൽ കൊടുക്കുന്നതാണ്. പെട്ടെന്ന് വഫാത്താകുന്നതിനെ തൊട്ട് പെട്ടെന്ന് മരണപ്പെടുക. നമുക്ക് മരണം ഖൈറാകുന്നത് എപ്പോഴാണ്? നമുക്ക് മരണ ഖൈറാകുന്നപ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തായി നമുക്ക് ഇനി റബ്ബിലേക്ക് പോകാനുള്ള സമയമായി എന്നൊരു തോന്നൽ വരുമ്പോൾ ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, ഇനി വേറൊന്നും നമുക്കിനി പ്രത്യേകിച്ച് ചെയ്യാനില്ല, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് ഇനി മരിച്ചാലും പ്രശ്നമില്ല എന്നുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് പോകലല്ലേ ഏറ്റവും നല്ലത്. തൗബയൊക്കെ ചെയ്ത് റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞ് നമ്മളുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിച്ച ആളുകളോടൊക്കെ പൊരുത്തം ചോദിച്ച് ഹക്കിടപാടുകളൊക്കെ തീർത്ത്, കടബാധ്യതകളൊക്കെ തീർത്ത് എല്ലാം കഴിഞ്ഞ് റാഹത്തായി ഇനിയൊന്നുമില്ല, ഇടപാടുകളൊന്നുമില്ല, എല്ലാം തീർത്തിരിക്കുന്ന സമയത്ത് മരണം വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി പോകാൻ കഴിയും, ഇല്ലേ? അതാണ് മരണം ഖൈറാകുന്ന സമയത്ത് എന്നെ നീ വഫാത്താക്കണേ അല്ലാ എന്ന്. അപ്പോൾ അതുവരെ എന്ത് ചെയ്യണം? എനിക്ക് ആരോഗ്യം നിലനിർത്തി തരണം, ആയുസ് നിലനിർത്തി തരണം. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ജിംനേഷ്യങ്ങൾ കൂടുതലാണ്, അല്ലേ? മുക്കിന് എന്താണ്? ജിമ്മുകളാണ്. അതുപോലെ തന്നെ കളിക്കാനുള്ള ഗ്രൗണ്ടുകളാണ്, ടർഫുകളാണ്. ഇതൊക്കെ വേണ്ട എന്നല്ല, ഇതൊക്കെ ആരോഗ്യം നിലനിർത്താൻ ഉപകാരപ്പെടുന്ന സംഗതികളൊക്കെ തന്നെയാണ്. അതൊക്കെ ഇനി ഉസ്താദിന് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഹറാമൊന്നുമല്ല. മാന്യമായിട്ട് അവിടെ പിന്നെ പോകുന്ന ആളുകൾ മാന്യമായിട്ട് അവറത്ത് മറയ്ക്കുകയൊക്കെ ചെയ്യുക. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഭക്ഷണം ഹറാമാകുന്ന രംഗമുണ്ട്, അല്ലേ? ഇപ്പം ഞാൻ ഭക്ഷണം നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ചോറ് കഴിച്ചു.
എനിക്കത് ഹലാലാണ് അല്ലേ, എൻ്റെ ഭക്ഷണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാണ് എങ്കിൽ എനിക്ക് ഹലാലാണ്. ഞാൻ എന്ത് ചെയ്തു, ഒരാളുടെ നിന്ന് പിടിച്ചു പറിച്ചെടുത്തു അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്തുകൊണ്ട് അതിൽ ഭക്ഷണം വാങ്ങിക്കഴിച്ചു, അതെന്താ, എനിക്ക് ഹറാമാണ് അല്ലേ, ഹറാമല്ലേ, ഹറാമാണ്. അപ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തെറ്റായതുകൊണ്ടല്ല, പക്ഷെ മാർഗം തെറ്റായതുകൊണ്ടാണ് ഹറാമായത്. അതുപോലെ തന്നെ ഇപ്പോൾ ജിമ്മിൽ പോകുന്നത്, കളിക്കാൻ പോകുന്നത്, ഇതൊക്കെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഉപകാരപ്പെടുത്താവുന്ന സംഗതികളൊക്കെ തന്നെയാണ്. പക്ഷേ അത് എപ്പോഴാണ് നമുക്ക് ഹറാമിലേക്ക് കൂട്ടുന്നത്? അവിടെ ചെല്ലുമ്പോൾ അവർത്ത് മറയ്ക്കാതെ, അല്ലെങ്കിൽ വേണ്ടതുപോലെ കൃത്യമായി മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറയ്ക്കാതെ, കളിക്കുന്ന ഗ്രൗണ്ടിലാണെങ്കിലും ഇനി ജിംനേഷ്യങ്ങളിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കാതെ ചെയ്യുമ്പോഴാണ് നമ്മളിത് ഹറാമിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായി നമ്മുടെ ആരോഗ്യം പരിപാലിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന വലിയ കടമയാണ്, അത് പൂർത്തിയാക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം ഈ ആരോഗ്യ മേഖലകൾ അല്ലെങ്കിൽ ഈ ആരോഗ്യം നിലനിർത്താനുള്ള, നമ്മുടെ ശരീരത്തിൻ്റെ പുഷ്ടി നിലനിർത്താനുള്ള പല മാർഗ്ഗങ്ങളും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. എന്തേ കാരണം? ആരോഗ്യത്തെ സംബന്ധിച്ച് ആളുകൾ ഇപ്പോൾ കൂടുതൽ പാനിക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. മുമ്പ് കാലത്ത് അതൊന്നും ശ്രദ്ധയില്ലായിരുന്നു. നല്ല ഭക്ഷണമാണ്, അധികം മായം ചേരാത്ത കലർപ്പില്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ വലിയ ശ്രദ്ധിക്കാണ്ട് വന്നിരുന്നില്ല, കാരണം അധ്വാനിക്കുന്ന ശരീരങ്ങളാണ്. പക്ഷേ ഇന്ന് വളരെയേറെ അധ്വാനം കുറഞ്ഞ ശരീരങ്ങളാണ്. കമ്പ്യൂട്ടറുകളുടെ മുമ്പിലേക്ക്, ഫോണുകളുടെ മുമ്പിലേക്കൊക്കെ ആളുകൾ ജോലികൾ ചുരുങ്ങിയപ്പോൾ അധ്വാനം കുറഞ്ഞു, ശരീരത്തിൻ്റെ ആരോഗ്യം, ശരീരം അനങ്ങുന്നത് കുറഞ്ഞു. അപ്പോൾ ആരോഗ്യ മേഖലകളൊക്കെ വല്ലാതെ എന്ത് ചെയ്തു, ക്ഷയിച്ചു, നമ്മുടെ ആരോഗ്യങ്ങൾ ക്ഷയിച്ചു. നമ്മുടെ വീട്ടിലെ ഉമ്മമാരെ, സഹോദരിമാരാണെങ്കിൽ അവർക്കും അത് തന്നെ. മുൻകാലങ്ങളിലൊക്കെ വീട് അടിച്ചു വാരലും അല്ലെങ്കിൽ തുണി അലക്കലും അതുപോലെ തന്നെ അരി അരയ്ക്കലും ഇടിക്കലും പൊടിക്കലും ഒക്കെ ആയിട്ട് നല്ലതുപോലെ ശരീരം അനങ്ങിയിരുന്നു പഴയ ഉമ്മമാരുടെയൊക്കെ. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാലം അവർക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ തൗഫീക്ക് കിട്ടി. എന്നാൽ ഇക്കാലഘട്ടത്തിലോ ഇന്ന് സ്വിച്ചിടേണ്ട ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. എന്ത് കാര്യത്തിനാണ്? അലക്കണോ, സ്വിച്ചിട്ടാൽ മതി. അരയ്ക്കണോ, സ്വിച്ചിട്ടാൽ മതി. ഇനി ആട്ടണോ, സ്വിച്ചിട്ടാൽ മതി. ഇപ്പോൾ അടിച്ചു വാരി തുടയ്ക്കാനടക്കം മിഷീൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ, ഉമ്മമാരുടെയും പണി വളരെ കുറഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനും മെഷീനുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യം, ശരീരം അനങ്ങുക, അതുപോലെ തന്നെ ശരീരം ആരോഗ്യത്തോടു കൂടിക്കുക. മുമ്പൊക്കെ വിറക് കീറിയിട്ട് അടുപ്പത്ത് വെക്കേണ്ട അവസ്ഥയുണ്ടായി. ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അടുട്ടിക്കുന്ന ഒരു സംഭവം അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തീ ഇങ്ങോട്ട് കിട്ടും ഗ്യാസിൽ. ഇനി അതുമില്ല, ഇപ്പോൾ കറണ്ട് അടുപ്പുകളുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, അവിടെയും സ്വിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ പല മേഖലകൾ, സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ട എന്നല്ല കേട്ടോ പറഞ്ഞത്, ഇതൊക്കെ ഹറാമാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ഒഴിവാക്കണം, എന്നിട്ട് പഴയ ആട്ടുകല്ലെടുത്ത് വീട്ടിൻ്റെ അടുക്കളയിൽ വെക്കണം, ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള വഴികൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴികൾ നമ്മൾ ശ്രദ്ധിക്കണം. വ്യായാമങ്ങൾ ചെയ്യലാകട്ടെ, ഇതുപോലുള്ള ദുആകൾ അധികരിപ്പിക്കലാകട്ടെ, ഒരു ആത്മീയമായ വഴിയും അതുപോലെ തന്നെ ഭൗതികമായ വഴികളും ഒക്കെ നമ്മൾ തേടേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിപ്പിൽ ശരീരം അങ്ങോട്ട് ഡൗൺ ആയി പോവുകയാണ്. ഒറ്റ നിപ്പിൽ കുഴഞ്ഞു വീഴുക അല്ലേ. കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിൽ നിന്നും വിദ്യാർത്ഥി വീണു മരിച്ചു. ഈ അടുത്ത് കണ്ടൊരു വാർത്തയാണ്. വിദ്യാർത്ഥി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. എന്തേ കാരണം? അറ്റാക്കാണ്. ചെറിയ വിദ്യാർത്ഥി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ളൊരു വിദ്യാർത്ഥി. ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ നടന്നതാണ് അല്ലേ. അതുപോലെ ചെറുപ്പക്കാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, ഒരു 35 വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവാവ് എന്ത് ചെയ്തു, കുഴഞ്ഞു വീണ് മരിച്ചു. ഇങ്ങനെ എത്രയോ വാർത്തകൾ. അള്ളാഹു നമ്മുടെ ആഫിയത്ത് നിലനിർത്തി തരട്ടെ. ആരോഗ്യം നിലനിന്ന് കിട്ടാനുള്ള മറ്റൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് നമ്മൾ ചോദിക്കണം, ഈ ദുആ ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. രണ്ടാമത് ദുആ ഏതാ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൂലൽ ഉംരി ഫീ ത്വാഅതിക വഹുസ്നൽ ഖാതിമ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൂലൽ ഉംരി ഫീ ത്വാഅതിക വഹുസ്നൽ ഖാതിമ. എന്താണ് ചോദിക്കുന്നത്? അല്ലാഹുവേ, നിന്റെ അനുസരണയിൽ, അതായത് നിന്നെ വഴിപ്പെടുന്നതിൽ നീ എനിക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ഹുസ്നുൽ ഖാതിമത്ത്, നല്ല അന്ത്യം നീ എനിക്ക് നൽകണേ അല്ലാഹ്. ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്നെ വഴിപ്പെടുന്ന നല്ല ദീർഘായുസ്, ഒരുപാട് കാലം നിന്നെ വഴിപ്പെട്ട് ചെയ്യുക. കുറേ കാലം ജീവിക്കാൻ പറ്റും, പക്ഷേ തോന്നിയവാസം കാണിച്ച് തെമ്മാടിയെ പോലെ ജീവിക്കുകയാണെങ്കിലോ അത് കാര്യമില്ല. നിന്നെ അനുസരിക്കുന്ന നല്ല ആയുസ് നൽകണം. അതുപോലെ എൻ്റെ അന്ത്യവും നന്നാക്കണം. ഒരു സമയത്ത് ഇവിടുന്ന് വിട്ടുപോകണം, യാത്ര പറയണം. അവസാനം ആ യാത്ര പറയുന്ന അവസാന സമയം നല്ല പെർഫെക്റ്റായ സമയമാക്കി തരണം. അതാണ് ചോദ്യം. അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാകട്ടെ. ഈ രണ്ട് ദുആ. ഇനി ആരോഗ്യത്തിന് വേണ്ടി നബി തങ്ങൾ പഠിപ്പിച്ച മൂന്നാമത്തെ ഒരു ദുആയും കൂടെ പറഞ്ഞുതരാം. മൂന്നാമത്തെ ദുആ ഏതാണ്? ആ ദുആ اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري
എന്താണ് ചോദിച്ചത്? അല്ലാഹുവേ ആഫിനി ഫീ ബദനി, എൻ്റെ ഈ ശരീരത്തിൽ നീ ആഫിയത്ത് നൽകണേ അല്ലാ. നബി തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്, എൻ്റെ ശരീരത്തിൽ നീ ആഫിയത്ത് നൽകണേ അല്ലാ. എത്ര രോഗങ്ങളിൽ കഴിയുന്ന ഉമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, സഹോദരന്മാരില്ലേ, പതിവാക്കണേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി ചൊല്ല്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി വആഫിനി ഫീ സംഇ, അല്ലാഹു എൻ്റെ സംഇൽ കേൾവിയിൽ നീ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹു എൻ്റെ കാഴ്ചയിൽ നീ ബറക്കത്ത് ചെയ്യണേ, നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാ. ഇതിങ്ങനെ നബി തങ്ങൾ പതിവാക്കാറുണ്ടായിരുന്നു, അവിടുന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് മഹത്തുക്കളായ മുഹദ്ദിസീങ്ങൾ വിവരിക്കുന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അഅ്മാലുകളെയും സ്വീകരിക്കട്ടെ, നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. കൂട്ടത്തിൽ ഖുർആനിൽ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട്, ഒരു ദുആയുണ്ട്, റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആ ആയത്ത് കൂടെ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് എപ്പോഴും നിങ്ങൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ആ ആയത്ത് ഓതിക്കൊണ്ട് ദുആ ഇറക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യം നിലനിർത്തി തരട്ടെ, ആഫിയത്ത് നിലനിർത്തി തരട്ടെ. അപ്പം ആരോഗ്യം ശ്രദ്ധിക്കണം, നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള വഴികൾ ചെയ്യണം. അത് ഇനി വ്യായാമങ്ങളിലൂടെ ആണെങ്കിലും കളികളിലൂടെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിലൂടെ ആണെങ്കിലും ഒക്കെ അത് ഖൈറായ രൂപത്തിൽ ഹലാലായ വഴിയിൽ അനുവദിക്കപ്പെട്ട വഴിയിൽ നമുക്കത് ചെയ്ത് നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള വഴികൾ ചെയ്യണം. ഫുഡ് കൃത്യമായി കൺട്രോൾ ചെയ്യണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും, ഇല്ലേ? അത് ഗുണമായും ബാധിക്കും, ദോഷകരമായും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ അത് കൃത്യമായി നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത രൂപത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തണം. തോന്നിയതുപോലെ കഴിക്കാതെ കൃത്യമായി കഴിക്കാൻ പറയപ്പെട്ട രൂപത്തിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ആളുകൾ അതിൽ നിന്നും മോചനം ലഭിക്കാൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മെഡിസിനുകൾ, മരുന്നുകൾ അത് കൃത്യമായി എന്ത് ചെയ്യുക, നല്ല വിദഗ്ധരായ ഡോക്ടർമാരിൽ നിന്ന് നിർദ്ദേശങ്ങൾ വാങ്ങിക്കൊണ്ട് അത് കഴിക്കാൻ ശ്രമിക്കുക. പല പ്രോട്ടീൻ പൗഡറുകളും ഒക്കെ ഇറങ്ങുന്ന അത് വാരിക്കൂട്ടിയിട്ട് ആരോഗ്യം നിലനിൽക്കുമെന്ന് തെറ്റിദ്ധാരണയിൽ പരസ്യങ്ങളുടെ പിന്നിൽ പോകാതെ എന്ത് ചെയ്യുക, ഒരു വിദഗ്ധനായ നമുക്ക് വിശ്വാസയോഗ്യനായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യത്തിന് പറ്റുന്ന എന്ത് ചെയ്യുക, മരുന്നുകളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ആത്മീയമായ മരുന്ന് കൂടെ അതിൻ്റെ കൂടെ കൈമുതലാക്കുക. കാരണം മനുഷ്യന്മാരിപ്പോൾ തരുന്ന മരുന്നുകൾ എല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണമായി ഫലിച്ചു കൊള്ളണം എന്നില്ല. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം, അള്ളാഹുവേ ഈ തരുന്ന മരുന്നുകൾ ഞങ്ങൾക്ക് ഗുണമാക്കി തരണേ എന്നാണ് ഈ ആത്മീയമായ ചികിത്സ കൊണ്ട് നമ്മൾ, ഈ ആത്മീയമായ മരുന്നുകൾ ദുആകളെ കൊണ്ട് നമ്മൾ കരുതുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യം നിലനിർത്തി തരട്ടെ, റബ്ബിൻ്റെ ത്വാഅത്തിലായി നമുക്ക് ആഫിയത്ത് നൽകട്ടെ, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് രോഗികളായി കഴിയുന്നവരുണ്ടാവും, അവർക്കൊക്കെ ഒരു സമാധാനവും സാന്ത്വനവുമാണ് നമ്മുടെ വീഡിയോ, അല്ലേ? അള്ളാഹ് ഈ പറഞ്ഞ അഅ്മാലുകളൊക്കെ അവർക്കും ഒരു ആശ്വാസമാണ്. അള്ളാഹു അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.